ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. സ്നേഹമുള്ളവർ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 23 മാർപ്പാപ്പാമാർ പരിശുദ്ധ അമ്മയെപ്പറ്റി, ജപമാല ഭക്തിയുടെ ആവശ്യകതയെപ്പറ്റി ചാക്രിക ലേഖനം എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇനി വരുന്ന വീഡിയോ അതിനെപ്പറ്റി ഒന്ന് വിശദമായി പ്രതിപാദിക്കാം എന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ കേട്ടാൽ വിസ്മയം തോന്നുന്ന, ചിന്തിച്ചാൽ ധ്യാനിച്ചാൽ അഭിഷേകം ഒഴുകുന്ന വലിയൊരു കാര്യമാണിത്. കത്തോലിക്ക സഭയിൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധ അമ്മയെപ്പറ്റി ചാക്രിക ലേഖനം എഴുതിയിട്ടുള്ള 2 മാർപ്പാപ്പാമാർ, ഒന്ന് ലയോ 13 മാർപ്പാപ്പ, മറ്റൊന്ന് ജോൺ പോൾ 2 മാർപ്പാപ്പ. ലയോ 13 മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെപ്പറ്റി, ജപമാല ഭക്തിയുടെ ആവശ്യകതയെപ്പറ്റി, അത് വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ആധ്യാത്മിക ഭൗതിക മേഖലയിൽ വരുത്തുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി 16 ചാക്രിക ലേഖനങ്ങളാണ് എഴുതിയത്. ഇതെല്ലാം നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ സ്വർഗമൊരുക്കിയ വളരെ സ്വീകാര്യമായ വഴിയാണെന്ന് തിരിച്ചറിഞ്ഞു. ഞാൻ അതിനെപ്പറ്റി ഒന്ന് അല്പം കൂടി വിശദമായി പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു മുൻപായി ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമൊന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വരാമെന്ന് ഞാൻ കരുതുന്നത്. ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞു, യഥാർത്ഥ ക്രിസ്തു സ്നേഹത്തിൻ്റെ ശരിക്കുമുള്ള അധ്യാപികയാണ് പരിശുദ്ധ അമ്മ എന്ന്. ക്രിസ്തു സ്നേഹത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. ക്രിസ്തു സ്നേഹം മുഴുവൻ ഒരു പ്രവാഹമായി നമ്മളിലേക്ക് ഒഴുകിയെത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്ന സ്വീകാര്യമായ പോസിറ്റീവായ ഒരു വഴിയാണ് ജപമാല ഭക്തി എന്ന് ഇവിടെ വളരെ വ്യക്തമായി പിതാവ് പറയുകയാണ്. എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ കഴിയുന്ന, ഏത് പൈശാചിക സാന്നിധ്യത്തെയും ചേർത്ത് തോൽപ്പിച്ച് കീഴ്പ്പെടുത്താൻ കഴിയുന്ന അഭിഷേകമുള്ള, അതായത് ആധ്യാത്മിക ഭൗതിക മേഖലയിൽ വളർച്ചയും വിടുതലും സൗഖ്യവും വിജയവും നൽകുന്ന അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയുള്ള ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥനയെന്ന് അനേകം വിശുദ്ധരായ വിശുദ്ധർ മുഴുവൻ അതിനെ പ്രൊമോട്ട് ചെയ്ത് അതിലൂടെ വളർന്നു വന്നവരാണ്, അതിലൂടെ ജീവിച്ച് കാണിച്ചു തന്നവരാണ്. അനേകം മാർപ്പാപ്പമാർ ഈ മരിയ ഭക്തിയെപ്പറ്റി ഒട്ടേറെ കാര്യങ്ങളും ചാക്രിക ലേഖനങ്ങളിലൂടെ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. 1964 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ അതിൻ്റെ സഭയെക്കുറിച്ചുള്ള പ്രമാണ രേഖയിൽ അതിൻ്റെ 8ാം അധ്യായം മുഴുവൻ പരിശുദ്ധ അമ്മയെപ്പറ്റിയാണ്. അതിൻ്റെ 8ാം അധ്യായം മുഴുവൻ പരിശുദ്ധ അമ്മയെപ്പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മയെയും ജപമാല ഭക്തിയുടെയും കുടുംബങ്ങളും ഇടവകയും ദേശവും രാജ്യവും ലോകവും രക്ഷപ്പെടുന്ന അനുഗ്രഹം പ്രാപിക്കുന്ന വഴികളെപ്പറ്റിയാണ് അതിൻ്റെ ഓരോ ഭാഗത്തും പ്രതിപാദിച്ചിരിക്കുന്നത്. തിരുസഭയുടെ മാതാവായി തന്നെ തുടർന്ന് പരിശുദ്ധ അമ്മയെ പോൾ 6 മാർപ്പാപ്പ പ്രഖ്യാപിക്കാൻ, തിരുസഭയുടെ മാതാവായിട്ട്, തിരുസഭയുടെ അമ്മയായി രാജ്ഞിയായി മറിയത്തെ പ്രഖ്യാപിക്കുക ചെയ്ത്. വീണ്ടും 1951 പിയൂസ് 12 മാർപ്പാപ്പ ജപമാലയുടെ അത്ഭുത ശക്തി വിവരിച്ചുകൊണ്ട് ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജപമാലയുടെ അത്ഭുത ശക്തിയെപ്പറ്റി വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ചാക്രിക ലേഖനമാണത്. വീണ്ടും 1917 ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ജപമാലയുടെ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 1917 ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്തു, ജപമാലയിൽ തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം നടത്തുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി വിവരിക്കുകയും അത് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങൾ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെക്കാൾ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന പ്രാർത്ഥന. അതിനുശേഷം ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുട്ടികളോട് പറഞ്ഞ അതനുസരിച്ച് പിതാവ് കൂട്ടിച്ചേർത്ത കാര്യങ്ങളാണ് ഈ പ്രാർത്ഥന. അപ്പം പിശാചിൻ്റെ നരകത്തിനെതിരെയുള്ള എത്ര വലിയ ഒരു ആയുധമാണ്, എത്ര വലിയൊരു പോരാട്ടമാണ്, എത്ര വലിയ ഒരു സംരക്ഷണമാണ്. ഇടവകയിലും കുടുംബത്തിലും ദേശത്തും സഭയിലുമെല്ലാം ഈ പിശാചിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടമാണ്. ഹൃദയം കൊണ്ട് ഈ ജപമാലയ്ക്ക് മുമ്പിൽ, പരിശുദ്ധ അമ്മയ്ക്ക് മുമ്പിൽ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അനുഗ്രഹത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. വീണ്ടും 1917 ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ പ്രാർത്ഥന കൂട്ടിച്ചേർത്ത് വീണ്ടും 1918 സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന പ്രാർത്ഥന ലുത്തിനിയായിൽ കൂട്ടിച്ചേർക്കുവാൻ ദൈവം ഇവിടെ വരുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ സൂചിപ്പിച്ച ലയോ 13 മാർപ്പാപ്പയെപ്പറ്റി പറഞ്ഞ് നമ്മളത് അവിടെ നിർത്തിയിരിക്കുകയാണ്. ലയോ 13 മാർപ്പാപ്പ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ജപമാല ഭക്തിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, എല്ലാ തിന്മകളിൽ നിന്നുമുള്ള
അത്ഭുതകരമായ വിടുതലിൻ്റെ സമ്പൂർണ്ണ സൗഖ്യപ്പെടുത്തുന്ന ഔഷധമാണ്. എല്ലാ തിന്മകളിൽ നിന്നുമുള്ള സമ്പൂർണ്ണ വിടുതലിൻ്റെ സമ്പൂർണ്ണ സൗഖ്യത്തിൻ്റെ ഔഷധമാണ് ജപമാല എന്ന്. എത്രയോ കോരിത്തെരിപ്പിക്കുന്ന എത്രയോ ഹൃദയസ്പർശിയായ വാക്കുകളെന്ന് ഓർത്ത് നോക്കണം. അതുപോലെ തന്നെ സമൂഹത്തെയും സഭയെയും ജനത്തെയും കുടുംബത്തെയും ബാധിക്കുന്ന എല്ലാ തിന്മയ്ക്കെതിരെയുമുള്ള അതിശക്തമായ മൂർച്ചയേറിയ ആയുധമാണ്. ഇതിനെല്ലാം പ്രതിരോധിക്കാൻ പറ്റിയ ഏറ്റവും മൂർച്ചയേറിയ ചതഞ്ഞോ ചളുങ്ങിയോ പോകാതെ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്ന മൂർച്ച ഏറിയ ആയുധമാണ് ഈ ജപമാല ഭക്തി എന്ന് ലേയോ 13 മാർപ്പാപ്പ പറയുകയാണ്. വീണ്ടും പിതാവ് മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞത്, വിശ്വാസത്തിനെതിരെ ഉണ്ടാകുന്ന എല്ലാ മുറിവുകളും, കുടുംബത്തിലും ഇടവകയിലും ദേശത്തും സഭയിലും ഒക്കെ വിശ്വാസത്തിനെതിരായ കുറേ മുറിവേറ്റ വ്യക്തികളുണ്ട്. ആ മുറിവേറ്റ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ച ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത്ഭുതകരമായ വിടുതലും സൗഖ്യവും അനുഗ്രഹവും അവരും രക്ഷപ്പെടും, നമ്മളും രക്ഷപ്പെടും. അത്ര വലിയൊരു അനുഗ്രഹമാണ് ഈ ജപമാല ഭക്തിയുടെ ഉണ്ടാകുന്നതെന്ന് വളരെ അടിവരയിട്ട് പറയുകയാണ്. വീണ്ടും വിശുദ്ധ ക്ലെമൻ്റ് പറയുകയാണ്, ഒരു പാപിയെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ്, നമ്മളിപ്പോൾ കൗൺസിലിംഗ് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ അടുത്ത് ആളുകൾ വരുവാണെങ്കിൽ ആ വ്യക്തി നമ്മുടെ അടുത്ത് വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ പിതാവ് പറഞ്ഞ് പിതാവിൻ്റെ അടുത്ത് കുമ്പസാരിക്കാനോ അതുപോലെ കാണാനോ ഒക്കെ വരുന്ന വ്യക്തികളെ കാണുന്നതിന് മുൻപ് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നാൽ ആ വ്യക്തി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും, ആത്മാവ് രക്ഷയോടും പിശാചി കെട്ടിവെച്ച കെട്ടുകളിൽ നിന്ന് വിടുതൽ കിട്ടുമെന്ന് ഉറപ്പാണെന്നാണ് പിതാവ് പറയുന്നത്. വിശുദ്ധ ഡോൺ ബോസ്കോ പറയുന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യം. വിശുദ്ധ ഡോൺ ബോസ്കോ പുണ്യവാളൻ പറയുന്നത്, ഞാൻ പലപ്പോഴും സമയങ്ങൾ കോംപ്രമൈസ് ചെയ്യാറുണ്ട്, പ്രാർത്ഥന സമയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാതെ വേണ്ട. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ജപമാല ചെല്ലുന്ന സമയം ഒരിക്കലും മാറ്റിയിട്ടില്ല. ജപമാലയ്ക്ക് വേണ്ടി മാറ്റിവെച്ച സമയത്തോട് ഒരിക്കലും ഞാൻ കോംപ്രമൈസ് ചെയ്തില്ല. ജപമാല ഭക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ ആണെന്നാണ് ഡോൺ ബോസ്കോ പുണ്യവാളൻ പറയുന്നത്. വിശുദ്ധ അരണ്ടി റോഷെ പറയുന്നത്, എല്ലാ വരദാനങ്ങളുടെയും പ്രവാഹമായ ആ പ്രവാഹത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന ഉറവയാണ് ഈ ജപമാല ഭക്തി എന്നാണ്. മിസ്റ്റർ ലൂയി മോൺഫോർട്ട് പറയുന്നത്, ഈശോയ്ക്കും മറിയത്തിനും അവരെ നമുക്ക് ഈശോയെയും മറിയത്തെ എത്രമാത്രം നമ്മൾ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ പ്രകടമായ ഒരു പ്രാർത്ഥന രീതിയാണ് ജപമാലയെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മദർ തെരേസ പറഞ്ഞ കാര്യവും മദർ തെരേസയുടെ ജീവിതത്തെ ഇത്രയേറെ ഊഷ്മളമാക്കിയതും ഇത്രയേറെ ചൈതന്യമുള്ളതാക്കിയ ജപമാല ഭക്തിയും പരിശുദ്ധ കുർബാനയുമാണ്. അതുകൊണ്ട് ആരൊക്കെ സമ്പൂർണ്ണമായി സമർപ്പിച്ച വിശ്വാസത്തോടെ ശക്തമായി നിന്ന് ജപമാല പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവിതം അഭിഷേകവും പച്ചപ്പും സമൃദ്ധിയുള്ളതായി മാറേണ്ട ഏത് പ്രതിസന്ധികളെയും കീഴ്പ്പെടുത്താൻ തക്ക ആർജവും ഊർജ്ജവും സ്വർഗം നൽകും. അതുകൊണ്ട് ജപമാല ഭക്തി ഇത്രയേറെ അനുഗ്രഹം ലഭിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയില്ല. ഈ അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാൻ നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ഭക്തിയിൽ ആഴപ്പെടാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.